മനുഷ്യൻ എന്ന് പറയുന്ന ഈ ജീവി തൊട്ട് നശിപ്പിച്ചു കളഞ്ഞ ഈ നന്മകളെ ആ വീണ്ടെടുക്കാൻ കഴിയുന്ന ഒരു രൂപകമാണ് കോമാളി. അയാൾ മനുഷ്യനല്ല എന്നതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ വാസ്തവത്തിൽ ശ്രീജ കണ്ടെത്തുന്ന ഈ പറഞ്ഞ ഒരു ബദൽ രൂപകമാണ് ഇതിലെ കോമാളി എന്ന് പറയുന്നത്. അത് ഒരു തരത്തിൽ അത് ഒരു ഘട്ടത്തിൽ നമുക്ക് ലോകം കാണിച്ചു തന്നാണ് എഴുത്തച്ഛൻ നമുക്കറിയാം. ഈ ജീവിതം വളരെ നിസ്സാരമാണ് എന്ന്, നിങ്ങൾ ഇങ്ങനെ പരസ്പരം പോരടിക്കുമ്പോഴേക്കും നിങ്ങളുടെ ആയുസ് തീരുന്നു, ചുട്ടുപഴുത്ത ഒരു ഇരുമ്പിന്റെ രണ്ടിന് മുകളിൽ വീഴുന്ന ഒരു വെള്ളത്തുള്ളി പോലെ ക്ഷണികമാണ് മനുഷ്യ ജീവിതം എന്നൊക്കെ പറഞ്ഞു തന്ന എഴുത്തച്ഛനെ നമ്മൾ ഈ പറഞ്ഞ പോലെ പല കല്ലുകളിലാക്കി പലതാക്കി നിരന്തരം തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു ഇമേജ് ആണ് ഈ കോമാളി. മാത്രമല്ല ഈ ഇതിലെ കഥാപാത്രങ്ങൾ അധികവും സ്ത്രീകളാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിള ഒരു പെൺകുട്ടിയാണ്, നിളയുടെ കൂടെ വേറൊരു പെൺകുട്ടിയുണ്ട്. പിന്നെ ഈ എഴുത്തച്ഛനിലേക്ക് ഈ കുട്ടിയെ നയിക്കുന്നത് ഷാഹിദ എന്ന് പറഞ്ഞൊരു ടീച്ചറാണ്. ജാനകി എന്നുള്ള പേര് ഇപ്പൊ വലിയ പ്രശ്നം ഉണ്ടാക്കില്ല. ഇനി ഷീജയ്ക്കെതിരെ ഈ കേസ് വരുമെന്ന് എനിക്കറിയില്ല. ഷാഹിദ എന്നാണ് ആ ടീച്ചറുടെ പേര്. ഇതിലേറെ വലിയ ഒരു